ചേട്ടാ ചൂട് എങ്ങനെ ഉണ്ട് ചേട്ടാ? ചൂട് ഭയങ്കര ചൂടല്ലേ, കഴിക്കാൻ പറ്റത്തില്ല. 12 മണിയൊക്കെ ഇവിടെ ഇരിക്കത്തുള്ളൂ, അത് കഴിഞ്ഞാൽ പോകും. അല്ല, ഒരു 11:30 കഴിയുമ്പോൾ ഇവിടുത്തെ വെയിലും കൊണ്ട് അടിക്കാൻ തുടങ്ങും. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മരച്ചീനി കച്ചവടം എങ്ങനെ ഉണ്ട്? കച്ചവടം വളരെ മോശം. വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ? എല്ലാം കൊണ്ടുവന്ന് കഴിക്കാനും വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. വരുന്നവരൊക്കെ എന്ത് പറയുന്നു? ചൂടിനെ പറ്റി എന്ത് പറയുന്നു? ചൂടിനെ പറ്റി എന്ന് പറഞ്ഞാൽ അവരെന്താ പറയുക, അധിക സമയം അവർ നിൽക്കുന്നില്ലല്ലോ. അവർ വന്ന് വാങ്ങാൻ പോവുക, അതേ ഉള്ളൂ. ദിവസങ്ങളൊക്കെ മഴയുണ്ടായിരുന്നല്ല വൈകിട്ട്? 2 ദിവസം മുമ്പ് ഉണ്ടായിരുന്നു. 2 ദിവസം അത്യാവശ്യം നല്ല മഴ കിട്ടി. പക്ഷെ എന്നാലും ചൂടിന് കുറവൊന്നുമില്ല, നല്ല ചൂടായിരുന്നു. കൃഷിയിടത്തിൽ നിൽക്കാൻ പറ്റില്ല ഇത്രയും ചൂടിൽ. അവസ്ഥയാണ്. ഇപ്പം കൃഷി ചെയ്തതോളം നശിച്ചു പോയതാണ്, ഉണങ്ങിപ്പോയതാണ്. ചൂട് എങ്ങനെ ഉണ്ട് ചേട്ടാ? ചൂട് ഭയങ്കര ചൂടാ. അയ്യോ, എന്തോ ചൂടാണെന്നറിയോ, ഭയങ്കര ചൂട്. ഇറങ്ങി നടക്കാനേ ഒക്കത്തില്ല. സൈക്കിൾ ഓട്ടുമ്പോഴും പ്രശ്നമാണ്. സൈക്കിളിൽ ഓട്ടുമ്പോഴും പ്രശ്നമാണ്. ഞാൻ ഇപ്പോൾ റബ്ബർ വെട്ടാൻ പോവുമായിരുന്നു. അപ്പോൾ വെള്ളം കൊണ്ടാണ് പോകുന്നത്. ഇന്ന് അപ്പോൾ അവിടെ ഒരു വീട്ടിൽ നിന്ന് കയറി വെള്ളം എടുക്കാമെന്ന് വിചാരിച്ചാൽ 10 മണിയാകുമ്പോഴത്തെ വീട്ടിൽ പോരും, അല്ല ഒക്കത്തില്ല, അത്ര ചൂടാ. നമ്മുടെ പണിക്കും പ്രശ്നമായി. പണിക്കും 10 മണി 10-10:30 ആയി കഴിഞ്ഞാൽ പിന്നെ റബ്ബർ വെട്ടാൻ പോകാണ്ട് പിന്നെ അവിടുത്തെ പിന്നെ വെട്ടാനും ഒക്കില്ല, നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. ഈ ചൂടത്ത് കൃഷിപ്പണി നടക്കുമോ? അതികഠിനമായ ചൂടാണ്. നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തില്ല, ഇത് കണ്ടില്ല, ഇപ്പോൾ തന്നെ ഇത് പടന്ന് നാശമായി കഴിഞ്ഞു. അപ്പോൾ അത് നമ്മൾ ശരിയായ രീതി വിട്ടില്ലേ വലിയ വിഷയം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ചൂടത്ത് ചെയ്യുന്നത്. കൃഷി എന്ന് പറയുന്നത് അതിൻ്റെ സമയത്ത് ചെയ്യണം, അല്ലെന്നൊരു വലിയ ബുദ്ധിമുട്ടുണ്ടോ. വെള്ളം കൊണ്ടുവരുന്നുണ്ടോ കുടിക്കാൻ? പിന്നെ വണ്ടിയെ തന്നെ കിടപ്പുണ്ട്. വെള്ളം ഇല്ലാതെ ഒരു രക്ഷയില്ല, അല്ലെങ്കിൽ നമ്മൾ കറങ്ങി തറയിൽ പോകും. എൻ്റെ 3.5 ലിറ്റർ പാലാണ് ഒരു പശുവിന് കുറച്ച്, 3.5 ലിറ്റർ പാൽ. അപ്പോൾ അതുകൊണ്ട് സൊസൈറ്റി കൊണ്ടുപോകാൻ പാലില്ല. ചൂട് വളരെ കൂടുതലാണ്. വീട്ടിൽ തന്നെ ഇരിപ്പാണ് ഇപ്പോൾ. രാവിലെ 11 മണി കഴിഞ്ഞാൽ പിന്നെ വെളിയിലോട്ട് ഇറങ്ങുന്ന പരിപാടിയില്ല. പിന്നെ വൈകിട്ടൊക്കെയാണ് ഇറങ്ങുന്നത് വെളിയിലോട്ട്. അത് ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ വയ്യ. വീട്ടിലൊക്കെ ആണെങ്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പം മുമ്പാണെങ്കിൽ രാത്രി വൈകിട്ടാകുമ്പോൾ ഒരു സുഖം ഉണ്ടായിരുന്നു. ഇപ്പം ഒട്ടും ഇരിക്കാൻ വയ്യാത്ത അവസ്ഥയായി. വീട്ടിൽ ഇരിക്കാൻ വയ്യ, അത് തന്നെ. ഇച്ചിരി സ്ഥലമൊക്കെ ഉള്ളവർക്കാണ് പുറത്തൊക്കെ ഇറങ്ങി കിടക്കുക. അല്ലാതെ ഈ ചെറിയ സ്ഥലമുള്ളടത്ത് എവിടെ പോകാനായത്? ഞങ്ങൾ ഇപ്പോൾ പണിക്കാൻ പോകുന്ന, പണിക്ക് പോയാലും ഭയങ്കര ചൂടാണ്. പണി സ്ഥലത്തെല്ലാം ഭയങ്കര ചൂടാണ്. പിന്നെ സൈഡിലോട്ടും വെള്ളം തോനൊക്കെ കുടിച്ചോണ്ടൊക്കെയാണ് പണി ചെയ്യുന്നത്. സഹിക്കാൻ വയ്യ, കച്ചവടം ചെയ്യാനാണ് സഹിക്കാൻ വയ്യ. ബീച്ചിൽ കച്ചവടം നിന്ന് അയ്യോ ഇങ്ങനെ കേട്ടോ, അപാരം തന്നെ. ചൂട് ഭയങ്കരമായ ചൂട് കേട്ടോ, ഭയങ്കരമായ പവർ. കച്ചവടം മോശമാണ്. ശനി ഞായർ വെള്ളി ഇങ്ങനെയുള്ള ദിവസമൊക്കെ കച്ചവടം വെച്ചു. ചൂടായിട്ട് ആളുകൾ ഇറങ്ങുന്നുമില്ല, മോശം. എന്നാലും നമ്മളെ ജീവിത പ്രശ്നമല്ലേ, ജീവിത പ്രശ്നം കൊണ്ട് നമ്മളിങ്ങനെ പോകുന്നു. ആണ്. കഴിഞ്ഞ കൊല്ലത്തിനൊക്കെ ഏറ്റവും കൂടുതൽ ചൂടില്ല. കഴിഞ്ഞ കൊല്ലം എത്ര ചൂടില്ല. രാവിലെ ഒരു 10 മണിയാകുമ്പോൾ ഒതുക്കും, ചൂട് കൂടും. ഇവിടെ ഏറ്റവും കൂടുതൽ ചൂടുള്ള സ്ഥലം ഇവിടെ. ഇത്രയും ചൂട് ഒരിക്കലും അനുഭവപ്പെട്ടില്ല നമ്മളെ പ്രായത്തിൽ.